നമ്മൾ പലപ്പോഴും ഈ ടെലഗ്രാം എന്ന് പറയുന്ന ഒരു ആപ്പ് ഉപയോഗിക്കാറുണ്ട് അല്ലെ? എന്റെ വീഡിയോ കാണുന്നവരിൽ ഈ ആപ്പ് ഉപയോഗിക്കാത്തവരായി ആരും തന്നെ ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. ഇനി എന്റെ ചോദ്യം ഇതാണ്, നിങ്ങൾ എന്തിനാണ് ഈ ടെലഗ്രാം ഉപയോഗിക്കുന്നത്? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാണെങ്കിൽ ഈ OTT-യിലൊക്കെ ഇറങ്ങുന്ന സിനിമകൾ ചുളിവിൽ ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി ടെലഗ്രാം ഉപയോഗിക്കാറുണ്ട് അല്ലെ? അത് പിന്നെ ഒട്ടുമിക്ക ആളുകളും ചെയ്യുന്ന ഒരു കാര്യമാണ്. പിന്നെ എന്തിനായിരിക്കും ഉപയോഗിക്കുന്നത്? പിന്നെ ഇടയ്ക്കൊന്ന് മൂടാകുമ്പോൾ 4 തുണ്ട് വീഡിയോകൾ കാണാൻ വേണ്ടിയും ഉപയോഗിക്കാറുണ്ട് അല്ലെ? പിന്നെയോ പിന്നെ ചോദിച്ചു കഴിഞ്ഞാണെങ്കിൽ പ്രത്യേകിച്ച് ആ ആപ്പോണ്ട് ഉപകാരമൊന്നും ഇല്ല എന്ന് പറയേണ്ടി വരും അല്ലെ? എന്നാൽ അങ്ങനെ പറയാൻ വരട്ടെ, നമ്മളൊക്കെ വിചാരിക്കുന്നതിലും അപ്പുറത്തുള്ള കാര്യങ്ങൾ ഇന്ന് ടെലഗ്രാമിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒന്നും കൂടി ഡീപ്പായി പറഞ്ഞാൽ ലൈംഗിക വൈകൃതങ്ങളുടെ ഒരു കലവറയാണ് ടെലഗ്രാം എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ നിങ്ങൾക്ക് എത്ര പേർക്ക് വിശ്വസിക്കാൻ പറ്റും? അത് ഈ ഡാർക്ക് വെബിനേക്കാളും വലിയ കളികളാണ് ഇപ്പൊ നിലവിൽ ടെലഗ്രാമിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതാണ് ശരിക്കുമുള്ള സത്യാവസ്ഥ, ഞാൻ ചുമ്മാ പറഞ്ഞതല്ല. ടെലഗ്രാമിൽ നടക്കുന്ന ചില ഇമ്മോറൽ ട്രാഫിക്കിനെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. ഈ വീഡിയോ കണ്ടു കഴിയുമ്പോഴേക്കും എനിക്കൊരു കാര്യം നിങ്ങൾക്ക് ഉറപ്പ് തരാൻ പറ്റും, നിങ്ങൾ എന്തായാലും ഞെട്ടിത്തരിച്ചിരുന്നു പോകും. അത്രയും ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ ഇനി അങ്ങോട്ട് പറയാൻ പോകുന്നത്. ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് എത്ര പേർക്ക് ഉൾക്കൊള്ളാൻ കഴിയും, ആക്സെപ്റ്റ് ചെയ്യാൻ കഴിയുമെന്ന് എനിക്കറിയില്ല. ഉള്ളത് പറയാലോ, എനിക്ക് പോലും മനസ്സുകൊണ്ട് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. അപ്പൊ നമുക്ക് വിഷയത്തിലേക്ക് വരാം. ഈഗിൾ ഗെയിമിംഗ് എന്ന് പറയുന്ന ഒരു യൂട്യൂബറെ പലർക്കും അറിയുമായിരിക്കും. ഈ സോഷ്യൽ മീഡിയയിൽ ഗെയിം സ്ട്രീമിംഗ് ഒക്കെ ചെയ്യുന്ന ഒരു യൂട്യൂബർ ആണ്. പക്ഷെ പുള്ളിക്കാരൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളെ ഈ ഗെയിമിംഗും പരിപാടികളൊന്നുമില്ല. ഈ ടെലഗ്രാമിൽ നടക്കുന്ന ചില സംഭവ വികാസങ്ങളുടെ പിന്നാലെയാണ് പുള്ളിക്കാരൻ. അത് കാരണം പുള്ളിക്കാരന്റെ ഭാര്യക്കും കുഞ്ഞിനും വരെ ഭീഷണിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അല്ലെ? ഇതിനെ കുറിച്ചൊരു വീഡിയോ നമ്മൾ ഒരു ദിവസം മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും അതിനെല്ലാം പിന്നോടിയായിട്ട് പുള്ളിക്കാരൻ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞെട്ടിക്കുന്ന ചില വിവരങ്ങളാണ് പുള്ളിക്കാരൻ ആ വീഡിയോയിലൂടെ പുറത്തു വിട്ടിട്ടുള്ളത്. എന്താണെന്നല്ലേ? അതായത് ഈ ടെലഗ്രാമിൽ ഈ സിനിമ കാണുന്നതിലും ഈ തുണ്ടു വീഡിയോസ് കാണുന്നതിനും അപ്പുറത്തേക്ക് ചില ഗ്രൂപ്പുകൾ ഉണ്ട്. ഈ ഗ്രൂപ്പുകൾ എന്ന് പറയുമ്പോൾ ലൈംഗിക വൈകൃതങ്ങളുടെ കലവറായിട്ടുള്ള ഗ്രൂപ്പുകളാണ് ഇതെല്ലാം. അതിൽപ്പെട്ട 4 ഗ്രൂപ്പുകളെ കുറിച്ച് ഈ പറയുന്ന ഈഗിൾ ഗെയിമിംഗ് പരിചയപ്പെടുത്തുന്നുണ്ട്. അതിൽ ആദ്യത്തെ ഗ്രൂപ്പിനെ കുറിച്ച് പുള്ളിക്കാരൻ തന്നെ പറയണത് നമുക്കൊന്ന് കണ്ടോക്കാം. നമ്പർ 1 എന്ന് പറയുന്നത് ഈ പൈസ, അതായത് പൈസ കൊടുത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാരെ, സെലിബ്രിറ്റീസ് ആയിട്ടുള്ള ആൾക്കാരുടെ ആയാലും ആരുടെ ആയാലും ഫോട്ടോ കൊണ്ട് അയച്ചു കൊടുത്താൽ 200 രൂപ കൊടുത്താൽ 30+ വീഡിയോസ് ചെയ്തു തരുന്ന ടെലഗ്രാം ഗ്രൂപ്പുകൾ. ഓക്കെ, ഇതാണ് ആദ്യത്തെ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. സംഭവം എന്താണെന്ന് മനസ്സിലായല്ലോ. അതായത് നമുക്ക് ഇഷ്ടമുള്ള ഒരു സെലിബ്രിറ്റീസിന് ഒരു ഫോട്ടോ ഈ ഗ്രൂപ്പിൽ ഇട്ടാൽ മതി, കൂടെ ഒരു 200 രൂപയും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാണെങ്കിൽ അവരുടെ സെക്ച്വൽ ആയിട്ടുള്ള 30ഓളം വീഡിയോകൾ ഇവർ ഈ ഗ്രൂപ്പിലുള്ള ആളുകൾ നമുക്ക് ഉണ്ടാക്കി തരും. ഇതൊക്കെ AI ടൂൾ ഉപയോഗിച്ച് ചെയ്യുന്ന പരിപാടികളാണ് കേട്ടോ. നമുക്കറിയാം ഇന്നത്തെ കാലത്ത് ഏറ്റവും നിലവിൽ പ്രചാരത്തിലുള്ള ഒരു സംഭവമാണ് ഈ AI എന്ന് പറയുന്നത്. ഈ AI ഉപയോഗിച്ച് പല വീഡിയോകളും ക്രിയേറ്റ് ചെയ്യുന്നത് നമ്മൾ സോഷ്യൽ മീഡിയയിലും മറ്റുമായി കാണുന്നുണ്ട് അല്ലെ? ഒരു പരിധി വരെ ഇതൊക്കെ ഓക്കെയാണ്. പക്ഷെ വന്ന് ഇപ്പൊ AI ഏറ്റവും നന്നായി ദുരുപയോഗപ്പെടുന്നുണ്ടോ എന്നൊരു ഡൗട്ട്. ഗുണത്തേക്കാൾ ഏറെ ദോഷമുള്ള ഒരു വസ്തുവായി ഇപ്പൊ AI മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയാതെ വയ്യ. ഇപ്പൊ എന്തൊരു വീഡിയോ വന്നാലും അതിൽ റിയൽ എന്താണ് AI എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയായിട്ടുണ്ട്. ഭാവിയിൽ AI വെച്ച് സിനിമകൾ വരെ ഉണ്ടാക്കാൻ പറ്റുമെന്നൊക്കെയാണ് പറയപ്പെടുന്നത്. അതെന്തോ ആയിക്കോട്ടെ. അപ്പൊ ഇത്തരത്തിൽ AI ടൂൾ ഉപയോഗിച്ച് നമുക്ക് ഇഷ്ടമുള്ള സെലിബ്രിറ്റീസിന്റെ തുണ്ട് വീഡിയോസ് ഇവർ ഉണ്ടാക്കി തരും. അതിനായിട്ട് ഒരു ഗ്രൂപ്പ്. എങ്ങനെ ഇരിക്കുന്ന കാര്യങ്ങൾ. എന്തായാലും ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ടെലഗ്രാമിൽ ഉണ്ട് എന്ന് കണ്ടെത്തിയ ഈഗിൾ എന്താക്കി, ഈ ഗ്രൂപ്പിന് പിറകിലുള്ള ആളുകളൊന്ന് തെരഞ്ഞു പിടിക്കാൻ നോക്കി. ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് പിറകിലുള്ള ആൾക്കാരെ കണ്ടുപിടിക്കണമല്ലോ. അങ്ങനെ തേടി പോയപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോസ് നിർമ്മിച്ചു കൊടുക്കുന്ന ഒരുത്തനെ കിട്ടി. അങ്ങനെ അവനെ പിടിച്ച് ചോദ്യം ചെയ്തപ്പോൾ അനുഭവം ഈ പറഞ്ഞ ഈഗിൾ ഗെയിമിംഗ് പങ്കുവെക്കുന്നുണ്ട്. നമ്മൾ എന്തായാലും കണ്ടോക്കാം. ഞാൻ ഇന്നലെ ഈ വിൽക്കുന്ന പയ്യനിൽ ഒരുത്തനെ ഞാൻ ഇന്നലെ കണ്ടുപിടിച്ചായിരുന്നു. ഞാൻ അവന്റെ ഇൻബോക്സിൽ ചെന്നപ്പം ഉള്ള ചാറ്റാണ് നിങ്ങൾ ഈ കാണുന്നത്. ഈ ഇൻബോക്സിൽ ഞാൻ ഇവന്റെ അടുത്ത് സംസാരിച്ചപ്പോ അവൻ എന്നോട് പറയാണ് അവന്റെ അടുത്ത് അമ്മയുണ്ട് ബ്രോ, കോള് വിളിക്കരുതെന്ന്. അമ്മയുണ്ട് പോലും അവന്റെ അടുത്ത്. കണ്ട പെമ്പിള്ളാരെ ഫോട്ടോയും വെച്ച് തോന്നിയവസം കാണിക്കുന്ന സമയത്ത് അവൻ ഇതൊന്നും ചിന്തിച്ചില്ല, അമ്മയുണ്ട് എന്നുള്ള കാര്യം. അത് പിടിക്കപ്പെട്ട് ചോദ്യം ചെയ്യാൻ ചെന്നപ്പോഴാണ് അവൻ അമ്മയുടെ കാര്യം ഓർമ്മ വന്നത്. എന്തായാലും കൊള്ളാൻ മോഞ്ഞ്. എന്തായാലും ഇതിനേക്കാളും എന്നെ ഞെട്ടിച്ച വസ്തുത എന്താണെന്ന് വെച്ചാണെങ്കിൽ ഇങ്ങനെയൊക്കെ വീഡിയോസ് ഉണ്ടാക്കി കൊടുക്കുന്ന ഇവന്റെ പ്രായം എത്രയാണെന്ന് നിങ്ങൾക്ക് അറിയോ? വെറും 15 വയസ്സ് മാത്രമാണ് പ്രായം. എത്രയാണ്? 15 വയസ്സ് മാത്രം പ്രായം. ഒരു 15 വയസ്സുകാരനാണ് ഇങ്ങനെയുള്ള ടെലഗ്രാം ഗ്രൂപ്പുകൾക്കെല്ലാം പിറകിൽ. എന്തൊരു പരിതാപകരമായിട്ടുള്ള ഒരു അവസ്ഥയാണെന്ന് ആലോചിച്ച് നോക്കിയേ. എന്തായാലും അങ്ങനത്തെ ഒരു ടൈപ്പ് ഗ്രൂപ്പ് ആൾക്കാർ. ഇനി രണ്ടാമത്തെ ഗ്രൂപ്പിനെ കുറിച്ച് ഈഗിൾ ഗെയിമിംഗ് പരിചയപ്പെടുത്തുന്നുണ്ട്. അവരുടെ പേരാണ് ട്രിബ്യൂട്ട് എന്നുള്ളത്. ഇനി എന്താണ് ട്രിബ്യൂട്ട്, അവരുടെ പ്രവർത്തനം എന്താണെന്നുള്ളത് ഈഗിൾ ഗെയിമിംഗ് പറയുന്നുണ്ട്. നമ്മൾ തരാമെന്ന് കണ്ടോക്കാം. ട്രിബ്യൂട്ട് എന്ന് പറഞ്ഞാൽ ഒരു ഐപാഡ് എടുത്ത് വെക്കും. ആ ഐപാഡിൽ നമ്മൾ റിക്വസ്റ്റ് ചെയ്യുന്ന ആളുടെ ഫോട്ടോ ഓപ്പൺ ചെയ്ത് വെക്കും. എന്നിട്ട് അതിന്റെ പുറത്ത് മാസ്റ്റുർബേറ്റ് ചെയ്യുന്ന വീഡിയോസ് ഷൂട്ട് ചെയ്ത് നിങ്ങൾക്ക് തരും. അതും 4-5 വീഡിയോസ്. ഈ വീഡിയോസ് കാശ് കൊടുത്ത് മേടിക്കാൻ ആൾക്കാരുണ്ട്. ഓക്കെ, എന്തൊക്കെ തരം ആൾക്കാരാണ് ഇഷ്ടം. സംഭവം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അതായത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരാളുടെ ഒരു ഫോട്ടോ ഗ്രൂപ്പിൽ ഇട്ട് കഴിഞ്ഞാണെങ്കിൽ ആ ഗ്രൂപ്പിൽ അഡ്മിൻസ് എന്താക്കും, ആ വ്യക്തിയുടെ ഫോട്ടോ നോക്കി സ്വയംഭോഗം ചെയ്യുന്ന തരത്തിലുള്ള വീഡിയോകൾ നമുക്ക് അയച്ചു തരും. അത് കണ്ട് നമുക്ക് സായുജ്യമണിയാവും. ഇതൊക്കെ എന്ത് തരം ലൈംഗിക വൈകൃതമാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. നമുക്ക് ഇഷ്ടമുള്ള വ്യക്തി നോക്കി മറ്റൊരാൾ മാണം വിടുന്നത് കണ്ട് സൂഹിക്കുന്ന ഒരു തരം ആൾക്കാർ ഇഷ്ടം. ഇങ്ങനത്തെ ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ടോ എന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത്.
പലതരം ലൈംഗിക വൈകൃതങ്ങളെ കുറിച്ച് കേട്ടിട്ടുണ്ട്. പക്ഷെ ഇമാതിരി ലൈംഗിക വൈകൃതമുള്ള ആൾക്കാരെ ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. എന്തൊക്കെ തരം മനുഷ്യന്മാരാണല്ലേ നമ്മുടെ നാട്ടിലുള്ളത്. ഇനി മൂന്നാമതൊരു ഗ്രൂപ്പിനെ കുറിച്ച് ഈഗിൾ ഗെയിമിംഗ് പരിചയപ്പെടുത്തുന്നുണ്ട്. ശരിക്കും അതാണ് എന്നെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ച് കളഞ്ഞത്. ആ ഗ്രൂപ്പിന്റെ പേര് അമ്മ എന്നുള്ളതാണ്. ഈ പേര് കേട്ട് നിങ്ങൾ അടിപൊളി ഗ്രൂപ്പാണെന്ന് വിചാരിക്കേണ്ട. അമ്മമാരുടെ മഹത്വങ്ങൾ പുകഴ്ത്തി പാടാനുള്ള ഗ്രൂപ്പാണെന്നൊന്നും വിചാരിക്കേണ്ട. ഈ ഗ്രൂപ്പ് എന്തിനാണെന്ന് വെച്ചാണെങ്കിൽ ഇപ്പൊ നമ്മുടെ വീട്ടിലൊക്കെ അമ്മമാരുണ്ട് അല്ലെ, അല്ലെങ്കിൽ അമ്മയുടെ പ്രായമുള്ള പല ആളുകളും ഉണ്ട് അല്ലെ. അണുകുടുംബമാണെങ്കിൽ അമ്മ മാത്രമേ ഉണ്ടാകത്തുള്ളൂ. ഇനി കൂട്ടുകുടുംബമാണെങ്കിൽ അമ്മ ഉണ്ടാകും, അമ്മയുടെ ചേട്ടത്തിമാരുണ്ടാകും, അനിയത്തിമാരുണ്ടാകും, അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ടാകും അല്ലെ. അവരൊക്കെ ഒരു കംഫർട്ട് സ്പേസിൽ അഥവാ പ്രൈവറ്റ് സ്പേസിൽ വസ്ത്രധാരണം ഒന്നും അധികം ശ്രദ്ധിക്കാറില്ല അല്ലെ. അയഞ്ഞ മാക്സി ഒക്കെ എടുത്തിട്ടായിരിക്കും അവരുടെ കംഫർട്ട് സ്പേസിൽ ജോലി ചെയ്യുന്നത്, പ്രത്യേകിച്ച് മക്കളുടെ ഒക്കെ മുന്നിൽ. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ഇത്തരത്തിലുള്ള മാക്സിയും മറ്റും ധരിച്ച് അവർ ജോലി ചെയ്യുന്ന സമയത്ത് അത് വീഡിയോ പകർത്തി സോഷ്യൽ മീഡിയയിൽ ഇട്ട് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാകും എന്നാ കേട്ടോളി. അതിനായിട്ടുള്ള ഗ്രൂപ്പാണ് ഈ അമ്മ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ വീട്ടിലെ അമ്മമാരും അമ്മയുടെ പ്രായമുള്ള ആളുകളും ഈ മാക്സി ഒക്കെ ഇട്ട് ജോലി ചെയ്യുന്ന സമയത്ത് അത് വീഡിയോ പകർത്തി ഷെയർ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഗ്രൂപ്പ്. ഇത് ഞാൻ ചുമ്മാ പറഞ്ഞതല്ല, ഈഗിൾ ഗെയിമിംഗ് തന്നെ അതിനെ കുറിച്ച് പറഞ്ഞങ്ങൾ കേട്ടോക്കി. നമ്മുടെ വീട്ടിലൊക്കെ ഇരിക്കുന്ന അമ്മമാരില്ലേ, ഈ അമ്മമാരുടെ വീഡിയോസ് വളരെ ചായ കൊടുക്കാൻ വരുന്നതും ഫുഡ് തരാൻ വരുന്നതും കിച്ചണിൽ കുക്ക് ചെയ്യുന്നതും ഒക്കെ എടുത്തു വെച്ചിട്ട് വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്ന ഒരു പാർട്ടിക്കുലർ ഗ്രൂപ്പാണ് അമ്മ എന്ന് പറയുന്ന ഗ്രൂപ്പ്. എങ്ങനെ ഇരിക്കുന്നു ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ടെലഗ്രാമിൽ ഉണ്ടെന്ന് കേട്ടപ്പോഴാണ് ഞാൻ ഞെട്ടിത്തരിച്ചിരുന്നു പോയത്. സ്വന്തം അമ്മയെ പോലും കൂട്ടി കൊടുക്കുന്ന തരത്തിലുള്ള ഗ്രൂപ്പുകൾ എന്നൊക്കെ വേണമെങ്കിൽ ഇതിനെ പറയാം അല്ലെ. അതിനു വേണ്ടി വരെ ഗ്രൂപ്പുകൾ ഇഷ്ടം. എല്ലാവരും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി ഇങ്ങനെയൊക്കെ ചെയ്യുന്നവരുടെ മൈൻഡ് സെറ്റ് എന്താണെന്നുള്ളത്. സ്വന്തം അമ്മയുടെ വീഡിയോ പകർത്തി ഒരു കൂട്ടം ലൈംഗിക വൈകൃതമുള്ള ആളുകൾക്കിടയിൽ അങ്ങ് ഇട്ട് കൊടുക്കാണ്. എന്തിനാണ് അവർക്ക് ആസ്വദിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അതുവഴി ആനന്ദം കണ്ടെത്തുന്ന ഒരു കൂട്ടം ആൾക്കാർ ഇഷ്ടം. പാപം ഇതിനൊക്കെ പര്യാടാകുന്ന അമ്മമാർ ഇതൊക്കെ അറിയുന്നുണ്ടാവോ? അവര് പാപം ഒന്നും അറിയാതെ വീട്ടുജോലികളും അടുക്കള ജോലികളും ചെയ്ത് ഇങ്ങനെ പോവാണ് ഡെയിലി. പക്ഷെ അവരുടെ മക്കളോ അവരറിയാതെ അവരുടെ വീഡിയോകൾ പകർത്തി ഇത്തരം ടെലഗ്രാം ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്യുന്നു. ഇത് പറയുമ്പോൾ തന്നെ എനിക്കെന്തോ ആവുന്നു. ഉള്ളത് പറയാലോ, ഈഗിൾ ഗെയിമിംഗ് ഈ പറയുന്നത് കേട്ട് ലിറ്ററലി കുറച്ച് നേരത്തേക്ക് ഞാൻ തരിച്ചിരുന്നു പോയി. കുറച്ച് സമയത്തേക്ക് എന്ത് ചെയ്യണം എന്നറിയാതെ നമ്മൾ ഇങ്ങനെ തരിച്ചിരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടല്ലോ, ആ ഒരു അവസ്ഥയിലായിരുന്നു ഞാൻ. എന്തായാലും 3 തരം ടെലഗ്രാം ഗ്രൂപ്പുകളെ കുറിച്ച് ഇവിടെ ഈഗിൾ ഗെയിമിംഗ് പരിചയപ്പെടുത്തി. ഇനി 4മതൊരു ടൈപ്പ് ഗ്രൂപ്പ് ഉണ്ട്, അവരെ കുറിച്ച് ഈഗിൾ ഗെയിമിംഗ് പറഞ്ഞൊന്ന് കണ്ടോക്കാം. എന്ന് പറഞ്ഞാൽ നിങ്ങൾ വഴി കൂടെ നടന്നു പോണത്, നിങ്ങൾ ബസ്സിലിരിക്കുന്നത്, നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ നിൽക്കുന്നത്, വീട്ടിലോ ഫ്രണ്ട്സിന്റെ കൂടെയോ സർക്കിളിലോ എവിടെ നിൽക്കുന്നതും ആ ഫോട്ടോ അതൊരു സെക്ഷൽ രീതിയിൽ കൺവേർട്ട് ചെയ്ത് ഈ ഗ്രൂപ്പിൽ കൊണ്ടുവന്നിടും. ബെസ്റ്റ്. ഈ പറഞ്ഞതിലൊന്നും വലിയ അത്ഭുതമില്ല. കാരണം ഇതുമായി ബന്ധപ്പെട്ടുള്ള ന്യൂസുകളൊക്കെ നമ്മൾ ഇടയ്ക്കിടെ കേൾക്കാറുണ്ടല്ലോ. ബസ്സിൽ വെച്ച് യുവതിയുടെ വീഡിയോ പകർത്തിയ യുവാവ് പിടിയിൽ, അതുപോലെ തന്നെ ഡ്രസ്സിംഗ് റൂമിൽ നിന്നും ഒളിക്യാമറ കണ്ടെത്തി. ഇത്തരത്തിലുള്ള വാർത്തകൾ നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ഒളിക്യാമറ ദൃശ്യങ്ങൾ കണ്ട് ലൈംഗിക സുഖം കണ്ടെത്തുന്ന ഒരു കൂട്ടം ആൾക്കാർ നമുക്കിടയിലുണ്ട്. അവർക്ക് വേണ്ടി തുടങ്ങിയ ഒരു ഗ്രൂപ്പാണ് ഇത്. എന്തോ ഇത് കേട്ട സമയത്ത് എനിക്ക് വലിയ ഞെട്ടലൊന്നും തോന്നിയിട്ടില്ല. ഈ ടെലഗ്രാം ഗ്രൂപ്പുകളൊക്കെ വരുന്നതിന് മുമ്പ് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രതിഭാസമാണിത്. ഒളിക്യാമറ വഴി പെമ്പിള്ളാരുടെ വീഡിയോ പിടിക്കുന്ന പരിപാടി. ഇനിയും ഒരു ഗ്രൂപ്പിനെ കുറിച്ച് ഈ പറഞ്ഞ ഈഗിൾ പരിചയപ്പെടുത്തുന്നുണ്ട് കേട്ടോ. സ്ത്രീ എന്നുള്ളത് ഒരു ലൈംഗിക വസ്തുവാണെന്നുള്ള രീതിയിൽ പ്രചരിപ്പിക്കുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ട്. അവരെ കുറിച്ചും ഈ പറഞ്ഞ ഈഗിൾ ഗെയിമിംഗ് പറഞ്ഞു പോകുന്നുണ്ട്. എന്തായാലും മൊത്തത്തിൽ നോക്കുന്ന സമയത്ത് നമ്മൾ ഈ കാണുന്നതൊന്നുമല്ല ഈ ടെലഗ്രാം എന്ന് പറയുന്നത് മക്കളെ. ഡീപ്പായി ഇറങ്ങി നോക്കുന്ന സമയത്ത് നമ്മൾക്ക് വിചാരിക്കാവുന്നതിലും അപ്പുറമുള്ള കാര്യങ്ങളാണ് ഈ പറയുന്ന ടെലഗ്രാമിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. പലതരത്തിലുള്ള ഇമ്മോറൽ ട്രാഫിക്സ് പരിപാടികളാണ് ഇതിനകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കൊക്കെ ചിന്തിക്കാവുന്നതിലും അപ്പുറമുള്ള കാര്യങ്ങൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഈഗിൾ ഗെയിമിംഗ് ഇത്രയും അറിഞ്ഞത് നമ്മൾ അറിഞ്ഞ കാര്യങ്ങൾ മാത്രമാണ്. നമ്മൾ അറിയാത്ത എന്തൊക്കെയാണ് അവിടെ നടക്കുന്നതാവോ. എന്തായാലും വല്ലാത്തൊരു ലോകത്താണ് നമ്മളൊക്കെ ജീവിക്കുന്നത് അല്ലെ. എന്തായാലും ഇനി ഇതിനിടയിൽ ഒരു വിഭാഗം ആളുകളെ കുറിച്ച് പറയാതിരിക്കാൻ വയ്യ. ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഒക്കെ ഈ ജോയിനിങ്ങും സബ്സ്ക്രിപ്ഷനും ഒക്കെ തുറന്നു വെച്ച് ലൈവിൽ വന്ന് തുണി ഉരി കാണിക്കുന്ന ഒരു പറ്റും പെണ്ണുങ്ങളുണ്ടല്ലോ. അവരെ കുറിച്ച് നമ്മൾ ഒരുപാട് കാലമായി വിമർശിച്ച് സംസാരിക്കാൻ തുടങ്ങിയിട്ട്. അവരുടെ വീഡിയോകൾ സബ്സ്ക്രിപ്ഷൻ എടുത്ത് കാണാൻ വേണ്ടി ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് ആളുകൾ ക്യൂ നിൽക്കാണ് അല്ലെ. എന്തായാലും അത്തരത്തിലുള്ള പെണ്ണുങ്ങൾ നമ്മുടെ സമൂഹത്തിന് നൽകുന്ന ഒരു സന്ദേശമുണ്ട്. എന്താണ് അത്? പെണ്ണുങ്ങളുടെ ശരീരം എന്ന് പറയുന്നത് ആണുങ്ങൾക്ക് ആസ്വദിക്കാൻ വേണ്ടിയുള്ളത് മാത്രമാണ്. അതുകൊണ്ട് നിങ്ങൾ മാക്സിമം ഞങ്ങളുടെ ശരീരം ആസ്വദിച്ചോളി, ഞങ്ങൾക്ക് പണം കിട്ടിയാൽ മാത്രം മതി എന്നുള്ളത്. ഇത് കണ്ടു വളരുന്ന ഒരു തലമുറയാണ് പിന്നീട് പോകെ സ്വന്തം അമ്മയുടെ വീഡിയോകൾ വരെ എടുത്ത് ടെലഗ്രാമിൽ പ്രചരിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് എത്തുന്നത്. സോ ഇങ്ങനെ ലൈംഗിക വൈകൃതം നിറഞ്ഞ ഒരു തലമുറ ഇവിടെ വളർന്നു വരുന്നുണ്ടെങ്കിൽ അതിനൊരു പരിധി വരെ ഈ ജോയിനിങ്ങും സബ്സ്ക്രിപ്ഷനും ഒക്കെ എടുത്ത് ലൈവ് ചെയ്യുന്ന അമ്മച്ചിമാരും കാരണക്കാരാണ് എന്നുള്ളതാണ്. ഈ സന്ദർഭത്തിൽ അത് പറയാതെ വയ്യ. പിന്നെ ഇപ്പോഴും അവരെ ന്യായീകരിക്കാൻ കുറെ പേരുണ്ടാകും. അവരവരുടെ ഇഷ്ടത്തിന് തുണി ഉരി കാണിക്കുന്നു, അതിന് നിനക്ക് എന്താണെന്നും പറഞ്ഞ് കുറെ ആൾക്കാർ വരെ ന്യായീകരിക്കാൻ വരും. അങ്ങനെ ന്യായീകരിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, നാളെ നിങ്ങളുടെ വീട്ടിലും ഇതുപോലെ അമ്മയുടെ ദൃശ്യങ്ങൾ ടെലഗ്രാമിൽ വിറ്റ് ജീവിക്കുന്ന ഒരു തലമുറ ഉണ്ടാവാതിരിക്കട്ടെ. ഉണ്ടാകണം, ഉണ്ടായാലേ പഠിക്കൂ എന്നൊന്നും ഞാൻ പറയുന്നില്ല. കാരണം ഇങ്ങനെ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകേണ്ടി വരിക എന്ന് പറയുന്നത് വല്ലാത്തൊരു വൃത്തികെട്ട അവസ്ഥയാണ്. നമ്മുടെ മക്കളിൽ ഒരാളും ഇത്തരക്കാരായി വളരാതിരിക്കട്ടെ എന്ന് മാത്രമേ എനിക്ക് ഇവിടെ പറയാൻ പറ്റൂ. കൂടുതലായിട്ട് ഞാനൊന്നും പറയുന്നില്ല. എന്താണ് കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.